ലേലത്തിലെ പ്രതീക്ഷകളും മൈതാനത്തെ യാഥാർത്ഥ്യവും. ഓരോ IPL സീസണിലും വലിയ പ്രതീക്ഷകളോടെയാണ് ഫ്രാഞ്ചൈസികൾ താരങ്ങളെ ലേലത്തിൽ പിടിക്കുന്നത്. കോടികൾ വാരിക്കോരി എറിയുമ്പോൾ അവർ ടീമിന്റെ രക്ഷകരാകുമെന്നും അത്ഭുതങ്ങൾ കാട്ടുമെന്നുമാണ് ടീം ഉടമകൾ സ്വപ്നം കാണുക. പലർക്കും വണ്ടർ കിഡ്സ് എന്ന ടാഗ് വരെ ലഭിക്കാറുണ്ട്. നമ്മളും പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഇവർക്കൊക്കെ എന്തിനാണ് ഇത്രയും കോടി രൂപ? ഇവരൊക്കെ അത് അർഹിക്കുന്നുണ്ടോ? ലേലം വിളിക്കുന്നവർക്ക് വട്ടാണോ എന്നൊക്കെ. പക്ഷേ IPL തുടങ്ങിക്കഴിയുമ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ അറിയുന്നത്. കഴിഞ്ഞ 19 സീസണുകളിലും നമ്മൾ കണ്ട ഒരു പതിവുണ്ട്. കോടി കിലുക്കവുമായി എത്തുന്ന ഭൂരിഭാഗം പേരും വൻ പരാജയമായി മാറുന്നു. ഈ സീസണിലും അർഹിക്കുന്നതിലും അധികം പ്രതിഫലം വാങ്ങിയിട്ടും അതിന്റെ 1/3 പ്രകടനം പോലും കാഴ്ചവെക്കാത്ത ചില പ്രമുഖ താരങ്ങളുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നമുക്ക് 27 കോടിയുടെ ദുരന്തം. ഈ ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ളത് ലക്നൌ സൂപ്പർ ജയൻസ് LSG നായകൻ ഋഷഭ് പന്താണ്. കഴിഞ്ഞ സീസണിലെ നിരാശ ഈ സീസണിലും പന്ത് തുടരുകയാണ്. T20യിൽ ഒരു ശരാശരി റെക്കോർഡ് മാത്രമുള്ള പന്തിനായി ഇതുവരെ ഒരു ടീമും മുടക്കിയിട്ടില്ലാത്ത അത്രയും വലിയ തുകയാണ് LSG എറിഞ്ഞത്. 27 കോടി രൂപ. മെഗാലയത്തിലെ ഈ ഓൾ ടൈം റെക്കോർഡ് തുകയ്ക്ക് ഒട്ടും നീതി പുലർത്താൻ പന്തിന് കഴിയുന്നില്ല. ഒരു കളി ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഫ്ലോപ്പ്. ബാറ്റിംഗിൽ മാത്രമല്ല, ക്യാപ്റ്റൻസിയിലും പന്ത് പാളിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പന്തിന്റെ പ്രതിഭയിൽ ആർക്കും സംശയമില്ല. ഒരു സെഷൻ കൊണ്ട് കളി തിരിക്കാൻ കെൽപ്പുള്ള സേവാഗ് സ്റ്റൈൽ പ്ലെയറാണ് അദ്ദേഹം. ധോണിക്ക് ശേഷം ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന സ്ഥാനം ഫിൽ ചെയ്യുമെന്ന് നമ്മൾ കരുതിയ പന്ത് ഇന്ന് T20യിൽ ഫോമില്ലാതെ ഉഴലുകയാണ്. ലക്നൌ ഉടമ സഞ്ജീവ് ഗോയങ്കയുടെ കാര്യം നമുക്കറിയാം. പരാജയപ്പെട്ടാൽ അദ്ദേഹം ദയ കാണിക്കില്ല. പന്തിനെ അടുത്ത സീസണിൽ ടീമിന് പുറത്തിടാൻ വരെ സാധ്യതയുണ്ട്. രാഹുൽ തെവാട്ടിയ പഴയ പ്രതാപത്തിന്റെ നിഴൽ മാത്രം. അടുത്തത് ഗുജറാത്തിന്റെ ഫിനിഷർ രാഹുൽ തെവാട്ടിയാണ്. മുമ്പ് ഒരു സീസണിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച തെവാട്ടിയ ഇന്ന് തന്റെ പഴയ ഫോമിന്റെ നിഴലിൽ മാത്രമാണ്. ഗുജറാത്തിന്റെ ബാറ്റിംഗിൽ ആദ്യ 3 പേർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് തെവാട്ടിയയും ഷാറൂഖ് ഖാനും വാഷിംഗ്ടൺ സുന്ദറുമാണ്. ഗുജറാത്തിന്റെ തോൽവികളിൽ ഏറ്റവും വലിയ ഫ്ലോപ്പായി ഇന്ന് തെവാട്ടിയ മാറുകയാണ്. 5 വർഷം മുമ്പ് പഞ്ചാബിനെതിരെ ഷെൽഡൻ കോട്ടലിന്റെ ഒരു ഓവറിൽ 5 സിക്സർ അടിച്ച് 0-ൽ നിന്ന് ഹീറോ ആയ ആ തെവാട്ടിയെ ഇന്ന് കാണാനില്ല. അന്ന് യുവരാജ് സിംഗ് വരെ ട്വിറ്ററിൽ അദ്ദേഹത്തെ പുകഴ്ത്തിയിരുന്നു. പക്ഷെ ഇന്ന് കോടികളുടെ നഷ്ടക്കച്ചവടമായി തെവാട്ടിയ മാറുന്നു. പന്തറിയാറില്ല, ബാറ്റിംഗിലും ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. കാമറൂൺ ഗ്രീൻ KKRന്റെ കിതപ്പ്. ഈ സീസണിലെ മറ്റൊരു ഫ്ലോപ്പ് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ ആണ്. മിനി ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരമായിരുന്നു അദ്ദേഹം. 25.2 കോടി രൂപയ്ക്കാണ് KKR ഗ്രീനിനെ വാങ്ങിയത്. കഴിഞ്ഞ ചില മത്സരങ്ങളിൽ ചെറിയൊരു ഫോം കണ്ടു തുടങ്ങിയെങ്കിലും തനിക്ക് കിട്ടിയ വലിയ തുകയോട് നീതി പുലർത്താൻ ഗ്രീനിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കൊൽക്കത്തയുടെ ആദ്യ മത്സരങ്ങളിലെ കിതപ്പിന് പ്രധാന കാരണം ഗ്രീനിന്റെ മോശം തുടക്കമായിരുന്നു. CSKയുടെ ചൂതാട്ടം കാർത്തിക്കും പ്രശാന്തും. ചെന്നൈ സൂപ്പർ കിങ്സ് ലേലത്തിൽ നടത്തിയ വലിയൊരു ചൂതാട്ടമായിരുന്നു. കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറും. അൺക്യാപ്ഡ് താരങ്ങളായ ഇവർക്ക് 14.5 കോടി രൂപ വീതമാണ് CSK നൽകിയത്. ലേല സമയത്ത് തന്നെ ഇതൊരു വലിയ റിസ്ക് ആണെന്ന് അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതായിരുന്നു ഇവരുടെ പ്രകടനം. കാർത്തിക് 3 കളിയിൽ നിന്ന് വെറും 25 റൺസ്, പ്രശാന്ത് 2 മാച്ചിൽ 49 റൺസ്. ഇനിയൊരു അവസരം ഇവർക്ക് ലഭിക്കുമോ എന്നത് പോലും സംശയമാണ്. നിക്കോളാസ് പൂരൻ സിക്സർ മഴ എവിടെ പോയി? LSGയുടെ മറ്റൊരു വെടിക്കെട്ട് താരം നിക്കോളാസ് പൂരനാണ്. കഴിഞ്ഞ സീസണിലെ തകർപ്പൻ പ്രകടനം കണ്ടാണ് 21 കോടി രൂപയ്ക്ക് LSG പൂരനെ നിലനിർത്തിയത്. കഴിഞ്ഞ സീസണിൽ മാത്രം 40 സിക്സറുകൾ വാരിക്കൂട്ടിയ പൂരൻ ഇന്ന് നിരാശ മാത്രമാണ് നൽകുന്നത്. വിൻഡീസ് ക്രിക്കറ്റിലെ അടുത്ത കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൂരൻ T20 ലീഗുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നേരത്തെ വിരമിച്ചിരുന്നു. ബെൻ സ്റ്റോക്സിനെ വിട്ടുകളഞ്ഞാണ് ലക്നൌ പൂരനെ എടുത്തത്. പക്ഷേ ഇന്ന് ആ തീരുമാനം അവരെ വേട്ടയാടുകയാണ്. കൺക്ലൂഷൻ, ലിസ്റ്റ് ഇനിയും നീളുന്നു. CSK നായകൻ ഋതുരാജ് ഗെയ്ക്വാദും KKR നായകൻ അജിങ്ക്യ രഹാനെയും ഈ സീസണിൽ പ്രതീക്ഷക്കൊത്ത് ഉയരാത്ത താരങ്ങളാണ്. ഇവരുടെ മോശം ഫോം ആ ടീമുകളെയും പിന്നോട്ട് വലിക്കുന്നു. ഈ ലിസ്റ്റ് ഇവിടെയും അവസാനിക്കുന്നില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ഈ ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട മറ്റ് താരങ്ങൾ ആരൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.